السلام عليكم ورحمة الله. بسم الله الرحمن الرحيم. الحمد لله رب العالمين والصلاة والسلام على سيدنا محمد وآله وصحبه ومن تبعهم بإحسان إلى يوم الدين. أما بعد. قرآن بدنم 103. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. والسماء والطارق وما أدراك ما الطارق النجم الثاقب إن كل نفس لما عليها حافظ فلينظر الإنسان مما خلق من ماء دافق يخرج من بين الصلب والترائب إنه على رجعه لقادر يوم تبلى السرائر فما له من قوة ولا ناصر. صدق الله العظيم. അധ്യായം 86 സൂറത്തു താരിഖ്. മക്കയിൽ അവതരിച്ചു. സൂക്തങ്ങൾ 17. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. റഹ്മാനും റഹീമുമായ അല്ലാഹുവിന്റെ എല്ലാ നാമങ്ങളും പറഞ്ഞ അനുഗ്രഹം തേടിക്കൊണ്ട് ഞാൻ ആരംഭിക്കുന്നു. വസ്സമായി ആകാശത്തെ തന്നെ സത്യം, വത്താരിഖ് താരിഖിനെയും സത്യം. വമാ അദ്റാക മത്താരിഖ് താരിഖ് എന്നാൽ എന്താണെന്ന് തങ്ങൾക്ക് അറിവ് നൽകിയ കാര്യം എന്താകുന്നു. അന്നജമു സാഖിബ് അത് തുളച്ചു ചെല്ലുന്ന ഒരു നക്ഷത്രമാകുന്നു. താരിഖ് എന്ന് പറഞ്ഞാൽ തുളച്ചു ചെല്ലുന്ന ഒരു നക്ഷത്രമാകുന്നു. ഇൻ കുല്ലു നഫ്സിൻ ലമ്മ അലൈഹ ഹാഫിൾ ഓരോ മനുഷ്യനും അവന്റെ മേൽ ഒരു സൂക്ഷിപ്പുകാരൻ ഇല്ലാത്തതായിട്ടില്ല. അഥവാ എല്ലാവരുടെ മേലിലും ഒരു സൂക്ഷിപ്പുകാരൻ ഉണ്ട്. ആകാശം, സൂര്യൻ, ചന്ദ്രൻ, നക്ഷത്രം എന്നിവയൊക്കെ ഉപയോഗിച്ചുകൊണ്ട് പല സ്ഥലത്തും ഖുർആൻ സത്യം ചെയ്തിട്ടുണ്ട്. ഇവിടെ ആകാശത്തെയും നക്ഷത്രത്തെയും കൊണ്ടാണ് അള്ളാഹു സത്യം ചെയ്യുന്നത്. നക്ഷത്രങ്ങൾ പ്രത്യക്ഷപ്പെടുന്നത് രാത്രിയിലായതുകൊണ്ടാണ് രാത്രി കടന്നു വരുന്നത് എന്ന് അർത്ഥമുള്ള താരിഖ് എന്നും, പ്രകാശിക്കുന്ന ശോഭയോടെ ആയതിനാൽ അതിനെ സാഖിബ് എന്നും വിശേഷിപ്പിച്ചിരിക്കുന്നത്. ഇവിടെ നക്ഷത്രം എന്ന് ഏകവചനമായാണ് പറഞ്ഞതെങ്കിലും പൊതുവിൽ എല്ലാ നക്ഷത്രങ്ങളുമാണ് ഉദ്ദേശം എന്നാണ് ഒരു നിരീക്ഷണം. കാർത്തിക നക്ഷത്രം എന്ന പ്രത്യേകമായൊരു നക്ഷത്രത്തെയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് എന്ന് അഭിപ്രായപ്പെട്ടവരും വ്യാഖ്യാതാക്കളുടെ കൂട്ടത്തിലുണ്ട്. മനുഷ്യന്റെ കർമ്മങ്ങളെല്ലാം വീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പാറാവുകാരൻ ഉണ്ടെന്നും അതിൽ നിന്ന് ആരും ഒഴിവല്ലെന്നുമാണ് അള്ളാഹു സത്യം ചെയ്തുകൊണ്ട് പറയുന്നത്. അതായത് ആകാശത്തെ നക്ഷത്രത്തെയൊക്കെ കൊണ്ട് സത്യം ചെയ്തിട്ട് ആണയിട്ട് അള്ളാഹു താല പറയുന്നത് ഇൻകുല്ലു നഫ്സിൻ ലമ്മാ അലൈഹാ ഹാഫിള് ഓരോ കാര്യത്തിനും ഓരോ പാറാവുകാരനുണ്ട് എന്നാണ്. ഇവിടെ പറഞ്ഞ ഹാഫിള് എന്നാൽ മനുഷ്യന്റെ കർമ്മങ്ങളെല്ലാം വീക്ഷിക്കുകയും എല്ലാം എഴുതി രേഖപ്പെടുത്തുകയും ചെയ്യുന്ന മലക്കുകളാണ് ഉദ്ദേശം എന്ന് ഒരു അഭിപ്രായമുണ്ട്. വഇന്ന അലൈക്കും ലഹാഫിളീൻ എന്ന് മുമ്പ് സൂറത്തുൽ ഇൻഫിത്താറിന്റെ 10-ാമത്തെ ആയത്തിൽ പറഞ്ഞത് നാം ഓർക്കുക. ഇവിടെ ഇനി മനുഷ്യന്റെ മുമ്പിലൂടെയും പുറകിലൂടെയും അവരെ കാത്തു സൂക്ഷിച്ചുകൊണ്ടിരിക്കുന്ന മലക്കുകളാണ് ഇവിടെ ഉദ്ദേശം എന്ന് മറ്റൊരു വ്യാഖ്യാനമുണ്ട്. സൂറത്തുർ റഅദിന്റെ 11-ാമത്തെ ആയത്തിൽ അല്ലാഹു പറഞ്ഞില്ലേ, ലഹു മുഅഖിബാതും മിൻ ബൈനി യദൈഹി വമിൻ ഖൽഫിഹി യഹ്ഫദൂനഹു മിൻ അംരില്ലാഹ് മനുഷ്യന് അവന്റെ മുന്നിലൂടെയും പുറകിലൂടെയും തുടരെ വന്നുകൊണ്ട് അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരം അവരെ കാത്തു സൂക്ഷിച്ചുകൊണ്ടിരിക്കുന്ന മലക്കുകളുണ്ട്. അപ്പൊ ആ മലക്കുകളാണ് ഇവിടെ ഹാഫിള് എന്ന് പറഞ്ഞത് എന്ന അർത്ഥം ഒരു വ്യാഖ്യാനമുണ്ട്. ഇനി അള്ളാഹു തന്നെയാണ് ഈ ഹാഫിള് എന്നും അഭിപ്രായമുണ്ട്. കാരണം വല്ലാഹു ഖൈറുൻ ഹാഫിളൻ അള്ളാഹു തന്നെ നല്ല പാറാവുകാരൻ അല്ലെങ്കിൽ സൂക്ഷിപ്പുകാരൻ എന്ന് ഖുർആൻ തന്നെ അള്ളാഹു പറഞ്ഞിട്ടുണ്ടല്ലോ. ഏതായാലും തന്റെ പ്രവർത്തനങ്ങളെല്ലാം സസൂക്ഷ്മം നിരീക്ഷിക്കപ്പെടുന്നു എന്ന ബോധം ഉള്ളവനായി ജീവിക്കാൻ മനുഷ്യൻ ശ്രദ്ധിക്കണം എന്ന് ഇതിൽ നിന്നൊക്കെ നമ്മൾ മനസ്സിലാക്കണം. ഇനി അള്ളാഹു പറയുന്നത് ഫൽയൻളുരിൽ ഇൻസാനു എന്നാൽ മനുഷ്യൻ ചിന്തിക്കട്ടെ മിമ്മ ഖുലിഖ
അവൻ എന്തിൽ നിന്നാണ് സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നതെന്ന്. തന്റെ സൃഷ്ടിപ്പിന്റെ സോഴ്സ് എന്താണെന്ന് മനുഷ്യൻ ചിന്തിക്കട്ടെ. ഉപരിലോകത്തെക്കുറിച്ചും തന്നെ നിരീക്ഷിക്കുന്ന ശക്തിയെക്കുറിച്ചും സൂചിപ്പിച്ച ശേഷം മനുഷ്യൻ സ്വന്തം അസ്തിത്വത്തെക്കുറിച്ച് ചിന്തിക്കാൻ ഉത്ബോധിപ്പിക്കുകയാണ് അല്ലാഹു തആല. എങ്ങനെയാണ് അവൻ സൃഷ്ടിക്കപ്പെട്ടത്? കോടിക്കണക്കിന് പുരുഷബീജത്തിൽ നിന്ന് ഒന്നിനെയും സ്ത്രീയുടെ അനേകം അണ്ഡങ്ങളിൽ നിന്ന് ഒന്നിനെയും സംയോജിപ്പിച്ച് ഒരു മനുഷ്യ സൃഷ്ടി സാധ്യമാക്കിയിരിക്കുകയാണ് അല്ലാഹു തആല. ജനിക്കുന്നത് വരെ അതിന്റെ ഓരോ ഘട്ടങ്ങളും സങ്കീർണമായ സാഹചര്യങ്ങളും തരണം ചെയ്ത് തനിക്ക് ജനിക്കാൻ അവസരം നൽകിയ അല്ലാഹുവിനെ മറക്കാൻ മനുഷ്യൻ എങ്ങനെ കഴിയുന്നു എന്നത് ഓർമ്മിപ്പിക്കുകയാണ് അല്ലാഹു തആല. അപ്പൊ ഫല്യൻദുരിൽ ഇൻസാനു, മനുഷ്യൻ ചിന്തിക്കട്ടെ, മിമ്മ ഖുലിഖ, എന്തിൽ നിന്നാണ് അവൻ സൃഷ്ടിക്കപ്പെട്ടതെന്ന്. എന്നിട്ട് അല്ലാഹു തന്നെ പറഞ്ഞു, ഖുലിഖ മിൻ മാഇൻ ദാഫിഖിൻ, തെറിച്ചു വരുന്ന ഒരു വെള്ളത്തിൽ നിന്നത്രേ അവൻ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത്. തെറിച്ചു വരുന്ന ഒരു വെള്ളത്തിൽ നിന്ന്, അഥവാ ഇന്ദ്രിയത്തിൽ നിന്ന്. യഖ്റുജു, ആ വെള്ളം പുറപ്പെടുന്നു, യഖ്റുജു മിൻ ബൈനി സുൽബി വത്തറായിബി, മുതുകല്ലിന്റെയും നെഞ്ചല്ലിന്റെയും ഇടയിൽ നിന്ന്. മുതുകല്ലിന്റെയും നെഞ്ചല്ലിന്റെയും ഇടയിൽ നിന്ന് പുറപ്പെടുന്ന ഒരു വെള്ളത്തിൽ നിന്നാണ് മനുഷ്യൻ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത്. സ്ത്രീ പുരുഷന്മാരുടെ പ്രജനധാതു മനുഷ്യന്റെ നട്ടെല്ലിനും വാരിയല്ലിനും ഇടക്കുള്ള ശരീരഭാഗങ്ങളിൽ നിന്ന് ഉത്ഭവിക്കുന്നതായതുകൊണ്ടാണ് ഇങ്ങനെ പറഞ്ഞത്. ഈ ധാതു കൈകാലുകൾ ഛേദിക്കപ്പെട്ടാലും ഉണ്ടാകുന്നു. അതുകൊണ്ട് തന്നെ പ്രജനധാതു മനുഷ്യന്റെ പൂർണ്ണ ശരീരത്തിൽ നിന്നാണ് ഉത്ഭവിക്കുന്നതെന്ന് പറഞ്ഞുകൂടാ. ശരീരത്തിന്റെ മുഖ്യാവയവങ്ങൾ അവന്റെ ഉത്ഭവ കേന്ദ്രമാണ്, അത് എല്ലാ ശരീരത്തിലും ഉണ്ട് എന്നുകൂടി നമ്മൾ ഇവിടെ മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പോ കയ്യും കാലൊന്നും ഇല്ലാത്ത ആളുകൾക്കും ഇവിടെ മനുഷ്യ സൃഷ്ടിപ്പ് സാധ്യമാക്കാൻ പറ്റും വിധത്തിലുള്ള കഴിവ് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുന്നു. കാരണം മുതുകല്ലിന്റെയും നെഞ്ചല്ലിന്റെയും ഇടയിൽ നിന്ന് പുറപ്പെടുന്ന ഒരു വെള്ളത്തിൽ നിന്നാണ് മനുഷ്യൻ സൃഷ്ടിക്കപ്പെടുന്നത്. ഇന്നഹു അലാ റജ്ഇഹി ലഖാദിർ, നിശ്ചയം അവൻ അഥവാ അല്ലാഹു അവനെ അഥവാ മനുഷ്യനെ മടക്കി സൃഷ്ടിക്കുന്നതിന് കഴിവുള്ളവൻ തന്നെയാണ്. മാതാപിതാക്കളിൽ നിന്ന് തെറിച്ചു വീഴുന്ന നിസ്സാരമായ ഇന്ദ്രിയത്തിൽ നിന്ന് മനുഷ്യനെ സൃഷ്ടിച്ച അല്ലാഹു അവനെ രണ്ടാമതൊന്നുകൂടി പടക്കാൻ ശക്തനാണോ എന്ന സംശയം പോലും ബുദ്ധിയുള്ളവരിൽ നിന്നും ഉണ്ടായിക്കൂടാ. കാരണം ആദ്യം സൃഷ്ടിക്കുന്ന അത്രയും സങ്കീർണമായിരിക്കില്ല പുനഃസൃഷ്ടി എന്ന് മുമ്പ് പലപ്പോഴും നമ്മൾ സൂചിപ്പിച്ചിട്ടുണ്ട്. അതന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ ആവർത്തിച്ച് പറയാണ്, അവനെ വീണ്ടും ഇല്ലായ്മയിൽ നിന്ന് അവനെ പടച്ച അല്ലാഹുവിന് അവനെ വീണ്ടും മടക്കി സൃഷ്ടിക്കുക എന്നത് ഒരു പ്രയാസവുമുള്ള കാര്യമല്ല. യൗമ തുബല സറായിർ, രഹസ്യങ്ങൾ പരിശോധിക്കപ്പെടുന്ന ദിവസം ആണ് ആ പുനർജന്മം അല്ലെങ്കിൽ ആ മടക്കി സൃഷ്ടിക്കൽ ഉണ്ടാവുക. ഫമാ ലഹു മിൻ ഖുവ്വത്തിൻ വലാ നാസിർ, അപ്പോൾ അവനൊരു ശക്തിയോ സഹായിയോ ഉണ്ടായിരിക്കുകയില്ല. വളരെ ഗൗരവത്തിൽ ചിന്തിക്കേണ്ട ഒരായത്താണിത്. ആ പുനർജന്മം നടക്കുന്ന സമയത്ത് അവനൊരു ശക്തിയോ സഹായിയോ ഉണ്ടായിരിക്കുകയില്ല. അള്ളാഹുവിന്റെ ശിക്ഷയിൽ നിന്ന് അവനെ രക്ഷപ്പെടുത്താനുള്ള ഒരു സഹായം ഉണ്ടാവില്ല എന്നർത്ഥം. രഹസ്യങ്ങൾ പരിശോധിക്കപ്പെടുക എന്നാൽ സ്വകാര്യ ജീവിതത്തിൽ അവൻ നടത്തിയ എല്ലാ കാര്യങ്ങളും വികാര വിചാര വിശ്വാസ ഉദ്ദേശ ലക്ഷ്യങ്ങളെല്ലാം തന്നെ പരിശോധനയ്ക്ക് വിധേയമാക്കപ്പെടും എന്നു തന്നെയാണ്. അതായത് ഭൗതിക ജീവിതത്തിൽ അവൻ ചെയ്ത ഒരു കാര്യം പരസ്യമായി കുഴപ്പമില്ലാത്തതായി ഗണിക്കാമായിരുന്നുവെങ്കിലും അതൊരു വലിയ വിപത്തിന് തിരികൊളുത്തിയിരുന്നുവെങ്കിൽ അതിന്റെ അവസാനം വരെ നടക്കുന്ന എല്ലാ കുഴപ്പങ്ങളുടെയും ധാർമ്മിക ഉത്തരവാദിത്തത്തിൽ നിന്ന് ഈ ദുരുദ്ദേശത്തോടുകൂടെ പ്രവർത്തിച്ചവന് ഒഴിഞ്ഞു നിൽക്കാനാവില്ല. ഭൂമിയിലൊരു പക്ഷേ ന്യായങ്ങൾ പറഞ്ഞവൻ രക്ഷപ്പെട്ടിരിക്കാം, എന്നാലും താൻ കുത്തിയിട്ട വിഷവിത്തിന്റെ വിളവെടുപ്പ് എത്ര കാലം ആരൊക്കെ ഏതൊക്കെ നിലയിൽ നടത്തിയോ അതിന്റെയൊക്കെ ശിക്ഷയിൽ ഒരംശം ഇവരെ തേടി എത്താതിരിക്കില്ല. അതുകൊണ്ടാണല്ലോ ഭൂമിയിൽ ആദ്യമായി കൊല നടത്തിയ കാബീൽ എന്ന കൊലയാളിക്ക് ഭൂമിയിൽ നടക്കുന്ന ഓരോ കൊലയുടെയും ഒരു ശിക്ഷാവിഹിതം ഉണ്ടാവുമെന്ന് ഇസ്ലാം നമ്മുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുള്ളത്. ആലോചിക്കുക, നമ്മുടെ പ്രവർത്തനങ്ങൾ സർവ്വത തർപ്പണം ചെയ്യപ്പെടുന്ന പരലോകത്ത് ഒരു മുട്ടാപ്പോക്ക് ന്യായത്തിനും നമ്മെ രക്ഷിക്കാനാവില്ല. അതിനാൽ സ്വകാര്യ ജീവിതം വിശുദ്ധമാക്കാനും സാമൂഹ്യ ജീവിതം കുറ്റമറ്റതാക്കാനും നാം സജീവ ശ്രദ്ധാലുക്കളായിരിക്കണം. പരലോകത്ത് നിന്നെ സന്തോഷിപ്പിക്കുന്നതല്ലാത്തതൊന്നും ചെയ്യാനും പറയാനും മുതിരരുതെന്ന് ഉപദേശിച്ച
എത്രയോ ആധ്യാത്മിക രംഗത്തെ ഗുരുക്കന്മാരെ നമുക്ക് കാണാൻ സാധിക്കും. എത്ര അർത്ഥവത്തായിട്ടുള്ള ഉപദേശമാണ് അത് എന്ന് നമ്മൾ ചിന്തിക്കണം. ഈ വിചാരണ നാളിൽ അനധികൃതമായി നിന്നെ സഹായിക്കാൻ ഒരു ശക്തിക്കുമാകില്ലെന്ന് അള്ളാഹു താക്കീത് ചെയ്യുകയാണ്. ഫമാലഹു മിൻ ഖുവ്വത്തിൻ വലാ നാസിർ, അവനൊരു ശക്തിയോ സഹായിയോ ഉണ്ടാവുകയില്ല എന്ന് പറഞ്ഞതിന്റെ ചുരുക്കം. എന്ന് പറഞ്ഞാൽ ഭൗതിക ലോകത്ത് ജീവിക്കുമ്പോൾ നമ്മൾ ചെയ്യുന്ന എത്ര മോശമായ സംഗതിയെയും ന്യായീകരിച്ചിട്ട് നമ്മളാണ് ശരിയാക്കും, അല്ലെ? ആ പറഞ്ഞതിനാണ് ന്യായം പറഞ്ഞിട്ട്, അല്ലെങ്കിൽ ആ ചെയ്തത് വളരെ മോശമാണെങ്കിലും ചെയ്തതിന് നമ്മൾ ന്യായം പറഞ്ഞ് ആളുകളുടെ മുന്നിൽ ചിലപ്പോൾ പിടിച്ചു നിൽക്കും. പക്ഷെ പരലോകത്ത് അത്തരത്തിലുള്ള ഒരു ദുർന്യായങ്ങളും നടക്കില്ല. അവിടെ എല്ലാ വിഷയത്തെയും അതിന്റെ അടിസ്ഥാന വിഷയത്തിലേക്ക് ഇറങ്ങി വന്നുകൊണ്ട് അതിന്റെ മെറിറ്റിൽ നിന്നുകൊണ്ടുള്ള പരിശോധന നടക്കും. ആ പരിശോധനയിൽ കൃത്യമായി തെളിയുന്നതിനനുസരിച്ച് നന്മക്ക് പ്രതിഫലവും തിന്മക്ക് ശിക്ഷയും എന്ന ആ ഒരു സംവിധാനം അല്ലാഹു തആല നടപ്പാക്കും. അപ്പോ രണ്ട് കാര്യമാണ് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഒന്ന്, ഓരോ മനുഷ്യന്റെയും പ്രവർത്തനങ്ങൾ നിരീക്ഷിക്കാനുള്ള പാറാവുകാരെ അള്ളാഹു ഏർപ്പാടാക്കിയിട്ടുണ്ടെന്ന് അള്ളാഹു പറയുന്നു. രഹസ്യങ്ങളൊക്കെ പരിശോധിക്കപ്പെടുന്ന ഒരു ദിവസത്തിൽ മനുഷ്യനെ പുനർജനിപ്പിക്കുമെന്നും അള്ളാഹു തആല പറയുന്നു. അതുകൊണ്ട് ആ സമയത്ത് നമ്മുടെ സ്വാധീനങ്ങളൊന്നും നടക്കാതെ വരുമ്പോ അന്ന് അവിടെ കൈകടിക്കുകയും വഷളാകാതിരിക്കുകയും ചെയ്യാനുള്ള മുൻകരുതൽ ഭൗതിക ലോകത്തെ ജീവിതത്തിൽ നിന്ന് എടുക്കാനുള്ള പ്രത്യേക ഉത്തരവാദിത്തം വിശ്വാസികൾ കാണിക്കേണ്ടതുണ്ട് എന്ന വളരെ ശക്തമായ ഉത്ബോധനമാണ് ഇതുവരെ പറഞ്ഞ ആയത്തുകളിൽ നിന്ന് നമുക്ക് അല്ലാഹു തആല നൽകുന്നത്. അതിന്റെ ഒക്കെ കൃത്യമായ അർത്ഥതലങ്ങളെ ഉൾക്കൊള്ളാൻ അല്ലാഹു തആല നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ. വസല്ലല്ലാഹു അലൈഹി നബിയിൽ മുസ്തഫ മുഹമ്മദിൻ വആലിഹി വസഹബിഹി വമൻ തബിഅഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.